ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, എപ്പിസോഡ് 15. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഫുൾ നെതറിംഗ് കയ്യിലോട്ടാക്കാൻ പോവാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് മൊത്തം. അപ്പോൾ നമ്മുടെ ഡയമണ്ട് ആർമറും ടൂൾസും എല്ലാം നമ്മൾ നെതറിംഗ് കയ്യിലോട്ടാക്കാൻ പോവാണ് ഗൈസ്. യെസ്. അപ്പം ഗൈസ് നമുക്ക് അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് ബെഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അതിൽ പോയിട്ട് നമ്മൾ ആ ബെഡ് വെച്ചിട്ട് പൊട്ടിക്കും. എൻ്റെ എത്ര ബെഡുണ്ട്? 12 ബെഡേ ഉള്ളൂ ഗൈസ് എൻ്റെ കയ്യിൽ. ഇത് കുറച്ചൊരു 8 ബെഡും കൂടെ ആവശ്യമുണ്ട്. എൻ്റെ ഊളുണ്ടോ? ഊളുണ്ട്. 23 ഊളുണ്ട്. വുഡില്ല. കുറച്ച് വുഡ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ബെഡ് ഉണ്ടാക്കാം. ഈ ബെഡ് വെച്ചിട്ടാണ് ഗൈസ് നെതറിൽ ഈ പൊട്ടിക്കുന്നത്. അറിയാത്തവർക്ക് പറഞ്ഞു തരാം ഗൈസ്. ഇവിടെ ഒരു ബെഡ് ഇപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ നൈറ്റ് ആണെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ ഒരു പറയും ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ നെതറിൽ ബെഡ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം പൊട്ടിത്തെറിയും ഗൈസ്. മൊത്തം ഒരു കുഴി പോലെ പൊട്ടിത്തെറിക്കും. ലാവയും തീയും എല്ലാം കൂടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു ഡെബ്രീസ് കാണാൻ പറ്റും, ഏഷ്യൻ ഡെബ്രീസ്. ആ ഏഷ്യൻ ഡെബ്രീസിന് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെതർ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതും ഗോൾഡും കൂടെ ഒക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നെതർ ഇങ്കറ്റ് കിട്ടുന്നത്. ഒരു നെതർ ഇങ്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ടൂൾസും ആർമറും വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഒരു സ്റ്റാക്കോളം ഏൻഷ്യൻ ഡെബ്രീസ് വേണം. അപ്പം നമുക്ക് അതിലോട്ടാണ് നമ്മൾ പണി നടക്കുന്നത്. ഞാൻ കുറച്ച് വുഡ് എടുക്കട്ടെ, എന്നിട്ട് കുറച്ച് ബെഡ് ഉണ്ടാക്കാം നമുക്ക്. ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു വലിയൊരു വീറ്റ് ഫാം ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവർ ആ എപ്പിസോഡ് പോയി കാണുക ഗൈസ്. അപ്പം വലിയൊരു വീറ്റ് ഫാം. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് എത്ര ബെഡ് ഉണ്ടാക്കാം നോക്കാം. 7 ബെഡ് ഉണ്ടാക്കാം. സോ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു വോളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 8 ബെഡ് കൂടെ, ടോട്ടൽ ഒരു 20 ബെഡ് നമുക്ക് കയ്യിരിക്കും. ഈ ഷീപ്പിനെ മൊത്തം നമുക്ക് ഷെയർ ചെയ്യാം ഗൈസ്. ഇതങ്ങ് മൊത്തം ഷെയർ ചെയ്തെടുക്കാം. എത്ര വോള് കിട്ടും നോക്കാം. എല്ലാവരും ഷെയർ ചെയ്തെടുത്തു. നമുക്ക് 26, 29 ഗൈസ് പല 2 കളറിലുള്ള വൂളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇത് ഇനി ബെഡ് ഉണ്ടാക്കിയെടുക്കാം. 9 ബെഡും ഇവിടെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇവിടുന്ന് 6 ബെഡ്. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ ഒരു 30 കൂടുതൽ ബെഡായിട്ടുണ്ട് ഗൈസ്. 30 കൂടുതൽ ബെഡായിട്ടുണ്ട്. ഇപ്പം 33 ബെഡ് കീഴിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളതെന്നാണ് തോന്നുന്നത്. വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഈ കുറച്ചും കൂടെ വോൾ ഇരിപ്പുണ്ട്, അത് വേണം ബെഡാക്കാം. ഇപ്പോൾ തൽക്കാലം ഇപ്പം എനിക്കിത് മതി. ഒരു ബെഡ് കയ്യിലുണ്ടായിരുന്നു ഗൈസ്, അതും എടുത്തോക്കട്ടെ. 33, 34. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നെതറിലോട്ട് പോകാൻ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം. കുറച്ച് ബ്ലോക്സ് എടുക്കാം, അത് എടുത്തിട്ടുണ്ട്. നെതറിൻ്റെ കുറച്ച് ബ്ലോക്ക് ഇരുന്നോട്ടെ. ഒരു ചെസ്റ്റ് വേണം. എൻ്റെ ഈ ചെസ്റ്റ് ഇല്ലല്ലോ, ചെസ്റ്റ് ഇല്ല ഗൈസ്. അങ്ങനെ 2 ചെസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ട പറ്റുന്ന പോലെ എല്ലാ ബെഡും അങ്ങ് എടുക്കാൻ നോക്കാം. ഓക്കെ, എല്ലാ ബെഡും അങ്ങ് എടുക്കാം. ഇത്ര എടുക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ബെഡ്. നമുക്ക് ഇനി നെതറിലോട്ട് പോവാം ഗൈസ്. നെതറിലെത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റേ ഫോർട്ടസിലോട്ട് പോകാൻ വേണ്ടി താഴോട്ട് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകണം. താഴോട്ട് ഇതുവഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോർട്ടസാണ് ഗൈസ്. ഇവിടെ ഫോർട്ടസാണ്. അവിടെ ഫദർസ് കണ്ടറൊക്കെ നിൽപ്പുണ്ട്. അതാണ്. ഹലോ നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ടൊന്ന് പോകണം. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒരു വഴി ചെറുതായിട്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സോൾ സാൻഡൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോയായിരുന്നു. ഇവിടെ കുറച്ച് വഴിയും കള്ളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഫോർട്ടസാണ് ഗൈസ്. ഞാൻ ഈ ഒരു അറ്റത്തായിട്ട് മാറി ഇവിടെ ആയിട്ട് ഇങ്ങനെ കുഴിച്ച് താഴോട്ട് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. സൂപ്പർ. താഴെ ലാവയാണ്, വേണ്ട റിസ്ക്. എല്ലാം കൂടെ താഴോട്ട് പോകും. ഒരു മൈനിങ് ഏരിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അടിയിലൂടെ ഞാൻ കുഴിച്ച് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഗൈസ് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കുഴിച്ച് പോകാം. ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ആയിട്ട് മൈനാണ് നല്ലത്. നോക്കി ഗൈസ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ അടിയിലോട്ട് കുഴിച്ച് പോകാം. രണ്ട് ചെസ്റ്റ് ഇങ്ങനെ വെക്കാം. ഇവിടെയായിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം.
ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ ബെഡിനകത്തോട്ട് വെക്കാം ഗൈസ്. ഇതിനകത്ത് നമുക്ക് എല്ലാ ബെഡും വെക്കാം. എല്ലാ സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കുറച്ചും കൂടെ ബെഡ് എടുക്കാനുണ്ട്, അതും കൂടെ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാം ബെഡും വെച്ചിട്ടുണ്ട് ഗൈസ്. ആവശ്യമുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ബ്ലോക്ക്, ഒരു 100-150 ബ്ലോക്ക് ഇവിടുന്ന് കുറച്ച് മൈൻ ചെയ്യണം. മൈൻ ചെയ്യാൻ ഇങ്ങനെ നേരെ ഇങ്ങനെ പോകണം. ഓക്കെ, കുറച്ച് പോകാം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഇപ്പം നമ്മൾ ലെവല് 120-ലാണ്. ഒരു 100 ബ്ലോക്ക്, ഒരു 250-ഓളം നമുക്ക് പോകണം. ഓക്കെ, താഴത്തെ ബ്ലോക്ക് ഓട്ടിക്കണ്ട, ഇവിടുത്തെ നേരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കുഴിക്കും. ഓക്കെ ഗൈസ്, ഇങ്ങനെ കുഴിച്ച് വന്നപ്പോൾ വേണ്ട ഇവിടം വരെ ഉണ്ട് ഗൈസ്. ബാക്കി താഴോട്ട് ലാവയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങ് അടയ്ക്കാം ഗൈസ്. മൊത്തം ഇവിടെ അങ്ങ് അടയ്ക്കാം. ഇത് സേഫ് അല്ല, നമുക്ക് ഇവിടെ അങ്ങ് അടയ്ക്കാം. വേണം ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കുഴിക്കാം. അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴിച്ച് നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഇവിടെ വരെ കുറച്ച് കുഴിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി തിരിച്ചു പോകാം. ഇവിടുത്തെ ഗൈസ് നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ചൊരു 5-10 ബെഡോളം എടുക്കാം. ഒരു 10 ബെഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് ഇങ്ങനെ മാറിയിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ സ്കിപ്പ് ഇവിടെ ഇത് വെക്കുക. നമുക്കിങ്ങനെ 1, 2 ഓക്കെ. എത്ര ബ്ലോക്ക് ഞാൻ കുഴിച്ച്? 4 ബ്ലോക്കോളം കുഴിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ബ്ലോക്കോളം ഒരു ബെഡ് വെക്കുക. എന്നിട്ട് ഗൈസ് ആദ്യമായിട്ട് പൊട്ടിക്കുന്ന ബെഡാണ്. ഒരൊറ്റ ക്ലിക്ക് പൊട്ടിയാൻ ഗൈസ്. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ അതേമേ അടിയിലോട്ട് തന്നെ. അയ്യോ കത്തി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇതൊക്കെ അണക്കട്ടെ. ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. മേളത്താനം കുറച്ചും കൂടെ അടിയിലോട്ട് കുഴിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചും അടിയിലോട്ട് കുഴിച്ചിട്ട് പൊട്ടിക്കാൻ നോക്കാം ഗൈസ്. ഇനി ആയിരിക്കും എളുപ്പം. ഒന്നും എത്തും തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ബാക്കിലോട്ട് നീങ്ങിയിട്ട് ഇങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഡിബ്രീസ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. നിങ്ങളെ കിട്ടുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും നല്ലത്. താഴോട്ട് കുറച്ചൊന്ന് ഡീപ്പ് കുഴിച്ചിട്ട് നോക്കാം. ഗൈസ് ഡെബ്രീസ് ഗൈസ്, ഇത് നോക്കിയാണ് ഗൈസ് ഇത്ര നേരം നടന്നത്. ഞാൻ ഒരു 10 ബെഡോളം, ഒരു 9 ബെഡോളം ഗൈസ് പൊട്ടിച്ച്. എനിക്കൊന്ന് ഇപ്പോൾ ആണെന്ന് ഗൈസ് എനിക്ക് ഇത്ര കിട്ടിയത്. കുറേ വട്ടം പൊട്ടിച്ചപ്പോൾ കാണാണ്ട് വേണ്ടിരിക്കുന്ന ആള് ഈ സാധനം കിട്ടാൻ വേണ്ടിയാണ് ഗൈസ്. ഇതൊരു സ്റ്റാക്കോളം വേണം. ഈ ലാഗ് മൊത്തം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും ഗൈസ്. വേറെ കാണാനൊക്കെ ഇവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. തീ ഉണ്ടെങ്കിൽ എന്നാണ് തീ അടയ്ക്കുന്നത്. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അടയ്ക്കാം. ഓക്കെ ഗൈസ്, ഈ സാധനം ഉദ്ദേശിച്ചാണ് ഇത്രയും നേരം നടന്ന് ഡെബ്രീസ് പൊട്ടിയാൻ ഗൈസ്. അങ്ങനെ ഗൈസ് മൈൻക്രാഫ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഏഷ്യൻ ഡെബ്രീസ് പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, പൊട്ടിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് നിൽക്കുന്നതിൻ്റെ പൊസിഷൻ നമ്മളിങ്ങനെ ചുറ്റിനും പൊട്ടിച്ച് നോക്കണം. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്. അങ്ങനെ ഒരു സ്റ്റാക്കോളം വേണം ഗൈസ്. ഇതൊരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആർബർ ടൂൾസ് മൊത്തം നമുക്ക് നെതറിംഗേറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കിനി ഒരു സ്റ്റാക്ക് എടുത്തിട്ട് കാണാം ഗൈസ്. അല്ല ഞാൻ നിങ്ങളെല്ലാം കാണിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കും. നമുക്ക് ഒരു സ്റ്റാക്ക് എടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നെതർ മൊത്തം ഞാൻ ബെഡ് കൊണ്ട് പൊട്ടിച്ച് കിടന്നപ്പം എനിക്ക് അങ്ങനെ ഏഷ്യൻ ഡെബ്രീസ് ഒരു സ്റ്റാക്കും 25 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് എത്ര നേരം കൊണ്ട് മൈൻഡ് ചെയ്തിട്ടാണ് ഗൈസ് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ കുറേ ബെഡ് പൊട്ടിച്ച് ഗൈസ്. ഞാൻ കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ വീണ്ടും ഷീപ്പിനെയൊക്കെ ഷെയർ ചെയ്ത് വീണ്ടും വോൾ ഉണ്ടാക്കി അങ്ങനെ ബെഡ് ഉണ്ടാക്കിയിട്ട് വീണ്ടും അങ്ങനെ മൈനിങ്ങിന് പോയി.
അങ്ങനെയാണ് ഗൈസ് ഒരു സ്റ്റാക്ക് 25 എണ്ണം കിട്ടിയത്. ഒരു സ്റ്റാക്ക് ആയപ്പോൾ ഞാൻ വെച്ച് കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഗൈസ് പിന്നെ ബാക്കി 25 എണ്ണം കൂടെ കിട്ടിയത്. അങ്ങനെ ഗൈസ് നമുക്കിതൊന്ന് സേഫ് ആക്കി വെക്കാം. ഇതങ്ങനെ എടുത്ത് വെക്കാം ഗൈസ്. നമുക്കിനി ഇത് ഓക്കെ ബേസിക് ഉണ്ടോ? ഓക്കെ, വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതെല്ലാം എടുത്ത് വെക്കാം. വേണ്ട എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു കാര്യമില്ല. കുറേ സാധനങ്ങൾ കിട്ടി. വേണ്ടാത്ത ഒരു സ്റ്റാക്ക് 25 ഡെബ്രീസ് നമുക്കെടുത്ത് മെൽറ്റ് ചെയ്യാൻ വേണം ഗൈസ്. സ്മെൽട്ടറെ കൊണ്ട് വെക്കാം. ലോണാക്കി ഇട്ടാരാടാ ഗൈസ്? ഞാൻ തന്നെ ഇരിക്കും. നോക്കാക്കട്ടെ. ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓണാക്കാം. ഗൈസ് അങ്ങനെ നമുക്കിത് ഒരു സ്റ്റാക്ക് 25 എണ്ണം ഫുള്ള് മെൽറ്റായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗൈസ് അങ്ങനെ എല്ലാം മെൽറ്റായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് നെതർ സ്ക്രാപ്പ് കിട്ടി. നമുക്ക് അങ്ങനെ എല്ലാം മെൽറ്റായി നെതർ സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു പോകാം ഗൈസ്. ഇനി നെതർ സ്ക്രാപ്പും ഈ ഗോൾഡും കൂടെ വെച്ചിട്ടാണ് നമുക്കൊരു നെതർ ഇങ്കറ്റ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എടുക്കാം ഗൈസ്. നമ്മുടെ കയ്യിൽ ഗോൾഡ് കുറച്ചേ ഉള്ളൂ, നമുക്ക് കുറച്ചുകൂടെ വേണം. ഗോൾഡ് എടുക്കാം ഗൈസ്. 22 ഇങ്കറ്റ് ഉണ്ടാകും ഗൈസ്. 22 ഇങ്കറ്റ്. യെസ് ഗൈസ്, അങ്ങനെ 22 ഇങ്കറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഗോൾഡ് തികയത്തില്ലായിരിക്കും ഗൈസ്. 22 ഇങ്കറ്റാണ് ഗൈസ് ഉണ്ടാക്കിയെടുത്തത് ഗൈസ്. നമുക്കിനി 22 ഇങ്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ നെതർ ഇങ്കറ്റ് നമ്മുടെ ആർമറിലും ടൂൾസിലും മൊത്തം എടുത്തിടണം. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ എന്തേ ഹോ വേണം, പിന്നെ നമ്മുടെ സിൽക്ക് ടച്ച് പിക്കാക്സ് ഇതെല്ലാം എടുക്കാം ഗൈസ്. നമുക്ക് ഇതെല്ലാം ഇതിനകത്തോട്ടൊക്കെ നെതർ ഇങ്കറ്റ് ആഡ് ചെയ്യാം. ഇവിടെ 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 രണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്മിത്തിങ് ടേബിൾ. ഈ ടേബിളിലാണ് നമ്മൾ ചെയ്യുന്നത് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം. ഇത് 1.90 ഞാൻ ഇപ്പോൾ വർഷം കളിക്കുന്നത്. 1.90 നമ്മുടെ ഈ നെതർ ഇങ്കറ്റ് മാത്രം മതി എനിക്ക് ഈ ആർമർ ടൂൾസിലും ഇടാൻ. പക്ഷേ 1.20 അങ്ങനെയല്ല. ഒരു സ്മിത്തിങ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ബാസ്റ്റണിലാണ് ഉള്ളത്. അത് എടുത്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് കൊണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ, അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നെതർ ഇങ്കറ്റ് നമ്മുടെ ഈ ആർമറിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ 1.90 കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് വലിയ പ്രശ്നമല്ല. ഇതെനിക്ക് ഡയറക്റ്റ് അങ്ങ് എടുത്തിടാം. പക്ഷേ അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ സോഡിനകത്തോട്ട് ഇടാനാണ്. അപ്പം ഒരു എടുക്കുക, ഒരു സോഡ് വെക്കുക. യെസ് ഗൈസ് 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 അങ്ങനെ നമ്മുടെ നെതർ ഇങ്കറ്റ് സോഡ് നമ്മുടെ മൈൻക്രാഫ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇന്ന് ഗൈസ് നമുക്ക് പിക്കാക്സ് എടുക്കാം. നെതർ ഇങ്കറ്റ് ഫോർച്യൂൺ പിക്കാക്സ് കൂടെ ചെയ്യാം. ആക്സും ആയിട്ടുണ്ട്. ഇനി ഷവലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിൽക്ക് ടച്ചിൻ്റെ പിക്കാക്സ് അതും ചെയ്തു. പിന്നെ ഗൈസ് നമ്മുടെ ഹോയ് ഉണ്ട്. ആ പാവം ഹോയും കൂടെ നമുക്കൊന്ന് എൻജോയ് ചെയ്തെടുക്കാം. അതും ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ഡയമണ്ടിൻ്റെ ആർമർ മൊത്തം എടുക്കാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, യെസ്, ബൂട്ട്, പാൻറ്, യെസ് ഗൈസ്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതെല്ലാം എടുത്തിട്ടെ ഗൈസ്. അങ്ങനെ ഡയമണ്ട് ആർമറും ടൂൾസും എല്ലാം നമ്മൾ നെതർ ഇങ്കറ്റിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. യെസ് 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 ഗൈസ് 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 പവർ. ഞാൻ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്ന സാധനമാണ് ഗൈസ് ഇത് ഇങ്ങനെ മാറ്റണമെന്ന് എനിക്ക്. അങ്ങനെ ഗൈസ് ഈ എപ്പിസോഡ് എനിക്ക് ചെയ്യാൻ പറ്റി. യെസ് ഗൈസ്, അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുൾ നെതർ ഇങ്കറ്റ് ആർമർ AR ഗെയിമിങ് ചെയ്തു ഗൈസ്. AR ഗെയിമിങ് ചെയ്തു. ഫുൾ നെതർ ഇങ്കറ്റ് ആർമർ ടൂൾസിലോട്ടായിട്ടുണ്ട് ഗൈസ്. ഈ എപ്പിസോഡ് കുറേ നാളുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ മൊത്തം നെതർ ഇങ്കറ്റിലോട്ട് മാറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബാക്കിയുള്ള നെതർ ഇങ്കറ്റ് എടുത്തിട്ട് എടുത്ത് ചെസ്റ്റിൽ കൊണ്ടുവെക്കാം. 12 എൻ്റെ ആക്കിയിരിപ്പുണ്ട്. നല്ലതാണ് ഗൈസ്. ഈ ഒരു നെതർ ഇങ്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു നെതർ ഇങ്കറ്റ് കിട്ടണമെങ്കിൽ
ഒരു 5 നെതർ സ്ക്രാപ്പും ഒരു 5 ഗോൾഡും വേണം. അത് വെച്ചാണ് നമുക്ക് ഒരു നെതർ ഇൻഗറ്റ് കിട്ടുന്നത്. ഞാൻ എത്ര വട്ടം ഡബ്രീസ് മൈൻ കിട്ടാമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു സ്റ്റാക്ക് 25 ഡബ്രീസ് കിട്ടിയത്. നല്ല പാടാണ് ഗൈസ്, നിങ്ങൾക്കറിയാം, മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല ടഫാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ കളിക്കുന്ന ബെഡ്റോക്ക് എഡിക്ഷൻ. ഓക്കെ, ഞാൻ കളിക്കുന്ന ബെഡ്റോക്ക് എഡിക്ഷൻ അത്യാവശ്യം നല്ല പാടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങനെ ഫുൾ നെതർ ഇൻഗറ്റിലും ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുൾ നെതർ ഇൻഗറ്റ് ആർമറിലോട്ടും ടൂൾസിലോട്ടും മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ കാണാം. ബൈ ബൈ.